രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, കൽവാരി യേശുവിൻ രക്തം ജയം, കാരുണ്യ ദേവനി രക്തം ജയം, കൽവാരി യേശുവിൻ രക്തം ജയം, കാരുണ്യ ദേവനി രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, കൽവാരി യേശുവിൻ രക്തം ജയം, കാരുണ്യ ദേവനി രക്തം ജയം. ഈ 55-ാം സങ്കീർത്തനത്തിൽ ദാവീദ് കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങൾ, താൻ അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങളൊക്കെ കൃത്യമായിട്ട് വരച്ചു കാണിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനങ്ങളൊന്നും തന്നെ ഈ അഭിനയങ്ങളുടെ സങ്കീർത്തനങ്ങളല്ല, എല്ലാം അനുഭവത്തിൻ്റെ സങ്കീർത്തനമാണ്. ഈ എബ്രായ കവിതകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതാണ്. മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് അവർ പുറത്ത് മറ്റൊന്ന് പാടുകയില്ല. അവരുടെ അകത്തുള്ളത് അതുപോലെ തന്നെ അവർ ദൈവം മുൻപിലാണെങ്കിലും മനുഷ്യരുടെ മുൻപിലാണെങ്കിലും അത് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല വാക്കുകളും നമുക്ക് കഠിനമായിട്ടൊക്കെ തോന്നും. 109-ാമത്തെ സങ്കീർത്തനമൊക്കെ വായിക്കുമ്പോൾ പഴയ നിയമ കാലഘട്ടത്തിലെ എഴുത്തുകളാണെങ്കിൽ കൂടി സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ പറഞ്ഞ് ശപിക്കാൻ സാധ്യതയില്ലാത്ത കുറേ വാക്കുകളാണ് 109-ാമത്തെ സങ്കീർത്തനത്തിനകത്തൊക്കെ പറയുന്നത്. അപ്പം അതിനകത്തുകൂടി നമ്മൾ അർത്ഥമാക്കുന്നത് ഇത്രയേ ഉള്ളൂ: അവരഭിനയിക്കുകയല്ല, പ്രത്യുത അവരുടെ അനുഭവത്തിൽ എന്താണോ അതിനോട് ആ നിലയിൽ തന്നെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഈ സങ്കീർത്തന പാഠങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ 55-ാമത്തെ സങ്കീർത്തനത്തിലും അത്തരത്തിലെ കുറേ കാര്യങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കും. അത്തരത്തിലെ ചില ഭാഗങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് നൽകി ഞാൻ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 55-ാം സങ്കീർത്തനത്തെ നമുക്ക് 3ആയിട്ട് തിരിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള ഒരു ഭാഗം, 9 മുതൽ 15 വരെയുള്ളത് മറ്റൊരു ഭാഗം, 16 മുതൽ 23 വരെയുള്ളത് മറ്റൊരു ഭാഗമാണ്. ഈ ഭാഗത്തൊക്കെ ദാവീദിൻ്റെ 3 മനോഭാവങ്ങളാണ്. താൻ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്ന സന്ദർഭത്തിൽ ദാവീദിനുണ്ടാകുന്ന 3 വ്യത്യസ്ത മനോഭാവങ്ങളാണ് നമുക്കിതിനകത്തു കൂടി കാണുവാനായിട്ട് പറ്റുന്നത്. ഈ മനുഷ്യൻ്റെ മനോഭാവങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ സാഹചര്യങ്ങളുടെ പിൻബലത്തിലോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലോ മാറ്റങ്ങൾ സംഭവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് പ്രതിസന്ധിയിൽ കൂടി പോകുന്ന ഒരു വ്യക്തിയുടെ 3 മനോഭാവങ്ങളാണ് ഈ സങ്കീർത്തനത്തിനകത്ത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനോഭാവത്തിൻ്റെ മാറ്റം എപ്പോഴും പ്രാധാന്യത അർഹിക്കുന്നത് തന്നെയാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഒരേ കാര്യത്തോട് ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ഭാവങ്ങൾക്ക് എപ്പോഴും എന്തുവരാം, മാറ്റങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു തെളിവാണ് എസ്തേറിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ വസ്തി രാജ്ഞിയെ ഒരു പ്രത്യേക കാരണം കൊണ്ട് താനായിരുന്ന സ്ഥാനത്തു നിന്ന് നീക്കം ചെയ്തു, നിഷ്കാസനം ചെയ്തു. അപ്പോൾ അതിൻ്റെ പിറകിൽ സംഭവിച്ച സംഭവ ചരിത്രങ്ങളെല്ലാം കൃത്യമായിട്ട് 1-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അഹശ്വേരോശ് രാജാവ് വലിയ ഒരു വിരുന്ന് കഴിച്ചു. രാജ്ഞിയുടെ ഈ സൗന്ദര്യം ഈ വിരുന്ന് കഴിക്കുന്നവരുടെ അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ മഹത്തുക്കളുടെ മുൻപിൽ ഒന്ന് കാണിക്കണമെന്ന് താല്പര്യം തോന്നി അഹശ്വേരോശ് വസ്തിയോട് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഒരുക്കപ്പെട്ട വേദിയിലേക്ക് വസ്തിയെ വിളിച്ചപ്പോൾ വസ്തി തലസ്ഥാനത്ത് വന്നില്ല. അപ്പോൾ തൻ്റെ കൂടെ ആലോചനക്കാരായിരിക്കുന്ന ആളുകൾ അഹശ്വേരോശിനോട് പറഞ്ഞു, രാജാവിൻ്റെ വാക്കിനെ രാജ്ഞി ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യം എന്താകും? അതുകൊണ്ട് പുള്ളിക്കാരത്തി അങ്ങനെ വിടരുത്, വേണ്ട നിലയിൽ കൈകാര്യം ചെയ്യണമെന്ന് ആലോചനക്കാരെല്ലാം കൂടി പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവരുടെ ആലോചന കേട്ട അഹശ്വേരോശ് രാജാവ് തൻ്റെ കോപത്തിൽ പെട്ടെന്നൊരു തീരുമാനമെടുത്തു. രാജ്ഞിയെ രാജസ്ഥാനത്തു നിന്ന് എന്ത് ചെയ്തു? ആ രാജ്ഞി പദത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തു.
അപ്പോ തൻ്റെ കോപത്തിലാണ് പെട്ടെന്ന് തീരുമാനമെടുത്തത്. പക്ഷേ രണ്ടാമത്തെ അധ്യായത്തിലോട്ട് വരുമ്പോൾ നമുക്കറിയാം, കോപം ശമിച്ചപ്പോൾ അഹശ്വേരോശ് രാജാവ് വസ്തിയെക്കുറിച്ചും അവളുടെ ജീവിതത്തെക്കുറിച്ചും അവൾ തനിക്ക് ചെയ്തതിനെക്കുറിച്ചും ഒക്കെ ഓർത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനങ്ങൾ, ഉണ്ടായ മനോഭാവങ്ങൾ തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന ഒരു നിഗമനത്തിലോട്ട് താൻ എത്തി. പക്ഷേ നിഗമനത്തിലെത്തിയപ്പോഴത്തേക്കും കാര്യങ്ങൾ മടക്കി പിടിക്കാൻ കഴിയുന്നതിനേക്കാൾ അകലത്തിലായി പോയി വിഷയങ്ങൾ. പിന്നീട് സംഭവിച്ചത് നമുക്കറിയാം. അഹശ്വേരോശിന്റെ പട്ടമഹിഷിയായിട്ട് അനവധി ആളുകൾ സെലക്ട് ചെയ്യപ്പെടാൻ വേണ്ടി ശൂഷൻ രാജധാനിയിൽ കടന്നു വന്നു. അവിടെ നിർണയിക്കപ്പെട്ട പരീക്ഷണങ്ങളിൽ കൂടി നിരീക്ഷണങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി ഒടുക്കം എസ്തേർ അഹശ്വേരോശിന്റെ പത്നിയായിട്ട് രംഗപ്രവേശം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു വിഷയത്തോട് ബന്ധപ്പെട്ട അഹശ്വേരോശിനുണ്ടായ മനോഭാവവും ഒരു ദിവസം മാറിയപ്പോൾ അതേ വിഷയത്തിൽ വന്ന മനോഭാവത്തിന്റെ മാറ്റവുമാണ് നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നത്. നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ സമർപ്പണങ്ങൾക്കൊക്കെ ഇതുപോലെ വ്യതിയാനങ്ങൾ വരാനായിട്ട് സാധ്യത ഉണ്ട്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും നമ്മൾ തിരിച്ചറിയണം, ദൈവകൃപയിൽ ആശ്രയിച്ച് നാം കൈക്കൊള്ളുന്ന നിലപാടുകൾക്ക് മാത്രമേ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അത് മാത്രമേ ആത്യന്തികമായി നമുക്ക് പ്രയോജനം ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തീരുമാനങ്ങൾ, മനോഭാവങ്ങൾ പെട്ടെന്ന് മാറിമറിയാതെ ദൈവകൃപയിൽ അധിഷ്ഠിതമായി മുൻപോട്ട് പോകുവാൻ നമുക്ക് കഴിയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു ഭാഗം തന്നെയാണ്. ഞാൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് വന്ന് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 55-ാം സങ്കീർത്തനം അതിൻ്റെ 1 മുതൽ 8 വരെയുള്ള വേദഭാഗത്തിൽ താൻ കടന്നു പോകുന്ന പ്രതിസന്ധികളെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ശത്രുവിൻ്റെ ആരവം നിമിത്തം, ദുഷ്ടന്റെ പീഡ നിമിത്തം ഞാൻ എൻ്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. അവർ എൻ്റെ മേൽ നീതികേട് ചുമത്തുന്നു, കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു. അത് നിമിത്തമായിട്ട് മരണഭീതി എൻ്റെ മേൽ വീണിരിക്കുന്നു, ഭയവും വിറയിലും എന്നെ പിടിച്ചിരിക്കുന്നു, പരിഭ്രമം എന്നെ മൂടിയിരിക്കുന്നു. അപ്പോ താൻ കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ അകത്ത് ദാവീദിനുണ്ടാകുന്ന ഒന്നാമത്തെ മനോഭാവം ഇതെല്ലാം പറഞ്ഞു വന്നിട്ട് താൻ ഒടുവിൽ പറയുകയാണ്, പ്രാവിനുണ്ടായിരുന്നത് പോലെ എനിക്കൊരു ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. നമുക്കതിനെ വ്യത്യസ്ത നിലകളിലോട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിച്ചെടുക്കാൻ. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥതലങ്ങളോട് ബന്ധപ്പെട്ട് പൊറുതിയില്ലാത്ത പ്രതിസന്ധികൾ, അനധികൃതമായി തൻ്റെ മേൽ പലതും അടിച്ചേൽപ്പിക്കപ്പെടേണ്ടി വരുമ്പോൾ, സമൂഹത്തിൽ താന് കൂട്ടത്തിൽ നിൽക്കുമ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ള ചിന്താഗതികൾ, ദാവീദിന്റെ അകത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ അദ്ദേഹം ഇവിടെ തൻ്റെ ഒന്നാമത്തെ മനോഭാവമാണ് ഈ പ്രതിസന്ധിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഞാന് ചിറകുണ്ടായിരുന്നെങ്കിൽ ഓടിപ്പോകുമായിരുന്നു, പറന്നു പോകുമായിരുന്നു. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ മനോഭാവം ഇതാണ്, പ്രതിസന്ധിയിൽ നിന്ന് ഓടി ഒളിക്കുക. നിൽക്കുവാൻ കഴിയാത്ത സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ, പലതും നമ്മുടെ മേൽ കെട്ടിവെക്കപ്പെടുമ്പോൾ പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒന്നാമത്തെ ചിന്തയാണ്, ഇവിടെ നിന്നങ്ങ് ഓടിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു, ഈ സ്ഥലത്തു നിന്നങ്ങ് മാറിപ്പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. അതൊന്നും ആത്യന്തികമായി ഒരു പ്രശ്നത്തിന്റെ പരിഹാരമല്ല. പ്രശ്നത്തിൽ നിന്ന് ഓടി ഒളിച്ചവർക്കൊന്നും ആത്യന്തികമായി ആ പ്രശ്നത്തിന്റെ മേൽ ഒരു ജയമുണ്ടായിട്ടില്ല. 2 തെളിവുകൾ ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരാം. 16-ാമത്തെ അധ്യായം അതിന്റെ 5-6 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 16-ാമത്തെ അധ്യായം 5-6 വാക്യങ്ങൾ. ആ ആ ആ സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ അവളെ വിട്ട് എന്ത് ചെയ്തു? കുടുംബത്തിനകത്തൊരു പ്രശ്നമുണ്ടായി. ആ കുടുംബത്തിലെ സാറയുടെ ദാസിയായിരുന്നു ഹാഗാർ. ഹാഗാർ തന്നെ ഒപ്പിച്ച കാര്യപരിപാടിയുടെ പരിണിത ഫലമായിട്ട് സാറ ചെയ്തു വെച്ച കാര്യങ്ങളുടെ പരിണിത ഫലമായിട്ട് ഹാഗാർ ഗർഭവതിയായി. അപ്പോൾ സാറ
നിന്ദിതയെന്ന് തനിക്ക് തന്നെ തോന്നിയപ്പോൾ ഇവിടെ ഹാഗാറിനോട് കഠിനത തുടങ്ങുകയാണ്. നമുക്ക് ആ ഭാഗമൊക്കെ നന്നായിട്ട് അറിയാം. അവൾ അവിടെ നിന്ന് ഒരു ഓടിപ്പോക്ക് നടത്തുകയാണ് ശൂർ മരുഭൂമിയിലേക്ക്. പക്ഷെ അത് ശാശ്വതമായ പരിഹാരമായിരുന്നോ? ഇല്ല. ശൂർ മരുഭൂമിയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവളെ എതിരേറ്റു ചെന്നു, അവളെ തിരുത്തുന്നു, തിരിച്ച് വീണ്ടും ഭവനത്തിലോട്ട് മടക്കി വിടുകയാണ്. മറ്റൊരു ചരിത്രം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. ഇസബേലിന്റെ ഭീഷണി വാക്കിന്റെ മുൻപിൽ ഏലിയാവ് എന്ത് ചെയ്തു? മരണം പ്രതീക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിലോട്ട് ഓടിപ്പോകുന്ന ഒരു പോക്ക് 19-ാമത്തെ അധ്യായത്തിൽ കാണാം. അപ്പോ ബൈബിളിൽ പലരും പ്രതിസന്ധികൾ നേരിടുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ മനധൈര്യം പോരാതെ വരുമ്പോൾ ഓടിപ്പോക്ക് നടത്താറുണ്ട്, ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട്. ജോലി രാജിവെച്ച് സ്ഥലം വിറ്റ് പ്രതിസന്ധിയിൽ നിന്ന് പരിഹാരത്തിന് വേണ്ടി വ്യത്യസ്ത മെത്തേഡുകളാണ് മനുഷ്യൻ ഉപയോഗിക്കുന്നത്. ഇതൊന്നും നമ്മളല്ല ആദ്യം ചെയ്തത്. നമ്മെപ്പോലെ ഒത്തിരി പേർ ഇതുപോലെയുള്ള സംഘർഷങ്ങളിൽ കൂടി കടന്നുപോയപ്പോൾ ഇത്തരത്തിലെ ചില ചുവടുവെപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഒന്നാമത്തെ മനോഭാവം, പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിൽ നിന്ന് എന്ത് ചെയ്യുക? ഓടിപ്പോവുക. ചിലര് ജീവിതത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാറുണ്ട്? ആത്മഹത്യകൾ നിമിത്തമായിട്ട് ജീവിതത്തിന്റെ സമരമുഖങ്ങളെ അഭിമുഖീകരിക്കുവാൻ കഴിയാതെ വരുന്നത് കൊണ്ട് ആത്മഹത്യ ചെയ്ത് ഇനി അങ്ങ് പോയേക്കാം, ആർക്കും ഒരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതി. പക്ഷേ ഓടിപ്പോക്കൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് വരാം. 55-ാം സങ്കീർത്തനം അതിൻ്റെ 9 മുതൽ 15 വരെയുള്ള ഭാഗമാണ്. അവിടെ തൻ്റെ മനോഭാവത്തിന് അല്പം മാറ്റം വരുന്നുണ്ട്. 9 മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ ആദ്യം താൻ ഓടിപ്പോകുമായിരുന്നു, പറന്നു പോകുമായിരുന്നു എന്നൊക്കെ താൻ പറഞ്ഞിട്ട് 9-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ചിന്താഗതികൾക്ക് മാറ്റം വരികയാണ്. കർത്താവേ, സംഹരിച്ചവരുടെ നാവുകളെ ചീന്തിക്കളയണമേ. ഞാൻ നഗരത്തിൽ അതിക്രമവും കലഹവും കണ്ടിരിക്കുന്നു. തൻ്റെ മനോഭാവങ്ങൾ മാറുന്നത് കണ്ടു. രണ്ടാമത്തെ തൻ്റെ മനോഭാവം എന്താണ്? ശത്രുവിനെ ദൈവം സംഹരിക്കണം. എനിക്ക് വിരോധമായി നിന്നവരെയൊക്കെ എൻ്റെ കണ്ണിൻ മുൻപിൽ നിന്ന് എന്ത് ചെയ്യണം? അവിടുന്ന് മാറ്റിക്കളയണം. അവരുടെ തകർച്ച എൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ എനിക്കൊരിട വരുത്തണമേ എന്നാണ് ഇവിടെ ദാവീദിന്റെ രണ്ടാമത്തെ മനോഭാവം. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓടിപ്പോകാനായിട്ടുള്ള ഒരു ചിന്താഗതി, ഓടി ഒളിക്കുക അല്ലെങ്കിൽ മാറിപ്പോകുക, ഇതൊരു ശാശ്വത പരിഹാരമല്ല. രണ്ടാമത്തെ മനോഭാവം, തനിക്കെതിരെ നിന്നവരെ ഒക്കെ ദൈവമേ നീ സംഹരിച്ചു കളയണമേ എന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് താൻ വരിക, അതും ഒരു ശാശ്വത പരിഹാരമല്ല. നമുക്ക് പ്രാധാന്യമായി എടുക്കേണ്ടത് അതിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. 55-ന്റെ 16 മുതൽ 23 വരെയുള്ള വേദഭാഗങ്ങൾ നിങ്ങൾ വായിക്കണം. അതിലെ 17-ാമത്തെ വാക്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വാക്യമാണ്. ആ വാക്യം എന്താണ് കൊടുത്തിരിക്കുന്നത്? അവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. ഒരു ഭക്തന്റെ ഒരേ പ്രതിസന്ധിയോട് ബന്ധപ്പെട്ട 3 വ്യത്യസ്ത മനോഭാവങ്ങളെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന്, പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകാനായിട്ടുള്ള മനോഭാവം. 2, തനിക്കെതിരെ നിന്നവരെ ദൈവമേ നീ സംഹരിച്ചു കളയണം, അവരെ നീ നശിപ്പിച്ചു കളയണം എന്നുള്ള മനോഭാവം. 3, താൻ കൺക്ലൂഷനിൽ എത്തുമ്പോൾ തനിക്ക് പിടികിട്ടി, ഓടിപ്പോക്കല്ല പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം, ശത്രു സംഹാരമല്ല പ്രശ്നത്തിന്റെ ശാശ്വത പരിഹാരം. യഥാർത്ഥ പ്രശ്നത്തിന്റെ പരിഹാരം കിടക്കുന്നത് ഭക്തന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയ്ക്കകത്താണ്. ഇന്ന് പകലിലും ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കുറിക്കണം, പ്രാർത്ഥനയാണ് യഥാർത്ഥ പ്രശ്ന പരിഹാരം. വേറെ ഒരു വഴിക്കകത്തും നമുക്ക് നിലനിൽപ്പുണ്ടാകത്തില്ല. വേറെ ഒരു വഴിക്കകത്തും നമുക്ക് ശാശ്വതമായിട്ട് നാം പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ശത്രു നശിക്കാൻ പ്രാർത്ഥിക്കണ്ട, നമ്മൾ ഓടിപ്പോകാനായിട്ട് പ്രാർത്ഥിക്കണ്ട, അതിനുള്ള കൃപയൊന്നും ചോദിക്കണ്ട. നിൽക്കുന്ന പ്രതിസന്ധിയുടെ അകത്തു നിന്ന് ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ, കണ്ടമിടറി കണ്ണു നനഞ്ഞ് പ്രാർത്ഥിക്കാൻ ചരിത്രത്തിൽ ആരെല്ലാം തയ്യാറായിട്ടുണ്ടോ അവർക്ക് വേണ്ടിയൊക്കെ സർവശക്തനായ കർത്താവിന്റെ കരം ഇറങ്ങി ഇടപെട്ടിട്ടുണ്ട്. ഇന്ന് പകലിൽ പ്രാർത്ഥന നമ്മളെ ചേഞ്ചാക്കും, പ്രാർത്ഥന നമ്മുടെ വിഷയങ്ങളെ ചേഞ്ചാക്കും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്?
പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായി തയ്യാറായാൽ പ്രാർത്ഥന നമ്മുടെ പ്രകൃതങ്ങളിൽ ഒരു മാറ്റം വരുത്തും, നമ്മുടെ സ്വഭാവങ്ങളിൽ ഒരു മാറ്റം വരുത്തും, നമ്മുടെ ഇടപെടലിൽ ഒരു മാറ്റം വരുത്തും. നമ്മളിൽ മാറ്റം വരുത്തുന്ന പ്രാർത്ഥന നമ്മുടെ വിഷയത്തിന്റെ മേലും ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കൊണ്ടുവരും. ഇന്ന് പകലിൽ മുടങ്ങിക്കിടക്കുന്ന പ്രാർത്ഥനകൾ സജീവമാകട്ടെ. മറുപടി ഇല്ലാത്തത് കൊണ്ട് ഒരുപക്ഷെ നിർത്തിക്കളഞ്ഞ പ്രാർത്ഥനകൾ ഈ വർഷത്തിന്റെ അവസാനം തുടങ്ങാൻ ചിലരോടെങ്കിലും ദൈവാത്മാവ് പറയുകയാ, നീ ഇന്നലകളിൽ പ്രാർത്ഥിച്ച് എത്രയോ വിഷയങ്ങളെ നേടിയതാ, പർവ്വത സമാനമായ വിഷയങ്ങളെ കാൽച്ചുവട്ടിലാക്കിയതല്ലേ, രോഗത്തിന്റെ വേരുകളെ പിഴുതുപറിച്ചതല്ലേ, നിർത്തുകയില്ലെന്ന് വാദിച്ച ശത്രുവിന്റെ മുൻപിൽ തന്റെ ഇടത്തോടെ നിൽക്കാൻ ആത്മാവിന്റെ ബലം ഇന്നലകളിൽ കർത്താവ് നമ്മുടെ അകത്ത് പകർന്നതല്ലേ. ആ പ്രാർത്ഥനാവീര്യം ആരുടെയെങ്കിലും ഒക്കെ അകത്തുനിന്ന് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നത്തിന്റെയും ശാശ്വത പരിഹാരം പ്രാർത്ഥനാ മുറിയിലേക്ക് തിരികെ കയറുക എന്നുള്ളതാണ്. മടക്കി വെച്ച പാ നിവർത്താൻ, നിവർത്തി വെച്ച കാല് മടക്കാൻ ഇന്ന് പകൽ തയ്യാറാകുന്നവരുണ്ടെങ്കിൽ കനത്ത ജല ദൈവപ്രവർത്തികൾ ഈ വർഷത്തിന്റെ സമാപനം ഏറ്റുവാങ്ങിക്കൊണ്ട് കണ്ണു നനച്ച വിഷയത്തിന്റെ മേൽ ശക്തമായ ചില മറുപടികൾ നൽകിത്തരാൻ നാം ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ശക്തനാണെന്ന് ഉറയ്ക്കുന്ന പ്രിയപ്പെട്ടവർ കരം തട്ടി അല്പസമയങ്ങൾ ഒരുമിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ അല്പനിമിഷങ്ങൾ അതരങ്ങളൊന്ന് തുറന്നാട്ടെ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ എന്ന് തമ്പുരാന്റെ വചനം പറയുന്നെങ്കിൽ ആ ദൈവത്തെ ചലിപ്പിക്കാൻ ഉതകുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന. ഇന്ന് പകലിൽ പ്രാർത്ഥനാ മുറിയിലോട്ട് മടങ്ങിക്കേറാൻ ദൈവാത്മാവ് നമുക്ക് തരുന്ന ആഹ്വാനം. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചവരുണ്ട്, രാവുകളെ പകലുകളാക്കിയവരുണ്ട്, നിയോഗങ്ങൾ ചുമലിൽ ഏറ്റെടുത്തവരുണ്ട്, ഒരുപാട് പേരുടെ ബന്ധനങ്ങളെ ഉടച്ചവർ ഇതിനകത്തുണ്ട്, ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലെന്ന് വിധിയെടുത്ത് നടത്തിയെടുത്ത് പ്രാർത്ഥനാ മുറിയിൽ പരിഹാരം തേടിയെടുത്തവർ ഇതിനകത്തുണ്ട്. ഇന്ന് പകൽ കാലത്തിന്റെ മുൻപോട്ടുള്ള നീക്കത്തിൽ മങ്ങിപ്പോയെങ്കിൽ, മങ്ങലേറ്റെങ്കിൽ ദൈവാത്മാവ് ഇന്ന് പകൽ നമുക്കൊരു പ്രാവശ്യം കൂടി ഒരു ആഹ്വാനം തരുന്നു. നഷ്ടപ്പെട്ട പ്രയർ ലൈഫിലോട്ട് തിരികെ കയറുക. ഹല്ലേലൂയ. അതിനുള്ള ഒരു കൃപ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഹല്ലേലൂയ. ഈ 17ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. അവിടെ പക്വതയുള്ള ഒരു മനോഭാവമാണ് താൻ പറയുന്നത്. ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ച് കരയും. അതിനെ നമുക്ക് 3 തലങ്ങളിൽ ചിന്തിക്കാനായിട്ട് പറ്റും. ഒന്ന്, താൻ പറയുന്നു ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതൊരു നോർമൽ പ്രയറാണ്, പ്രാർത്ഥിക്കും. രണ്ടാമത്തെ തൻ്റെ മനോഭാവം, ഞാൻ അധികം പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ എന്താ? കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിക്കും എന്ന് വെച്ചാൽ പ്രാർത്ഥനയുടെ സമയം കൂട്ടുമെന്നാണ് പറഞ്ഞതിനകത്തെ അർത്ഥം. ഒന്ന്, താൻ പറയുന്നു ഞാൻ പ്രാർത്ഥിക്കും. അതൊരു നോർമൽ പ്രയറാണ്, പ്രാർത്ഥിക്കും. നമ്മളെല്ലാം എന്ത് ചെയ്യാറുണ്ട്? ഭക്ഷണം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? കിടക്കാൻ പോകുന്നതിന് മുമ്പേ, സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞാലും കിടക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വേഗത്തിൽ കിടക്കും. ദീർഘസമയങ്ങളെടുത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ നിന്നോണ്ടാണെങ്കിൽ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അതൊക്കെ ഒരു നോർമൽ പ്രയറാണ്. അപ്പോൾ ഒന്ന്, താൻ പറയുന്നു ഞാൻ പ്രാർത്ഥിക്കും. 2, താൻ പറയുകയാണ് ഞാൻ അധികം എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. അധിക പ്രാർത്ഥന, അതാണ് ഇവിടെ പറയുന്നത്. കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും എന്ന് വെച്ചാൽ സമയങ്ങളെടുത്ത് ഞാൻ പ്രാർത്ഥിക്കും. അതാണ് തൻ്റെ രണ്ടാമത്തെ തീരുമാനം. പ്രാർത്ഥിക്കുന്നവരധികം പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകുക. ഈ അധികം പ്രാർത്ഥിക്കണമെങ്കിൽ, നമുക്ക് ഈ അധിക സമയം ഒരു കാര്യത്തിനകത്ത് സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് അകത്ത് നമുക്കൊരു ടേസ്റ്റ് ഉണ്ടാകണം. ആസ്വാദ്യതയുള്ള ഒരു കാര്യത്തിനകത്തെ നമുക്ക് അധികം സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം നമുക്ക് ഒരാളുടെ കൂടെ കുറേ സമയം പോകുന്നത് അറിയാതെ നമ്മൾ സംസാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തോ,
അദ്ദേഹവുമായിട്ട് നമുക്ക് അത്രയും ബന്ധമുള്ളത് കൊണ്ടാണ്. ടേസ്റ്റ് ഉള്ള ഒരു കാര്യത്തിൽ നമുക്ക് അധികം സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയോട് നമുക്കൊരു വിരോധഭാവമാണെങ്കിൽ നമുക്ക് അധിക സമയം പ്രാർത്ഥനയിൽ മുൻപോട്ട് പോകുവാനായിട്ട് പറ്റുകയില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, നിങ്ങളെല്ലാവരെക്കാളും അധികം അന്യഭാഷയിൽ എന്ത് ചെയ്യുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യത്തോട് നമുക്കുള്ള ആഭിമുഖ്യമാണ് അതിനകത്ത് അധികം സമയം സ്പെൻഡ് ചെയ്യാൻ നമ്മെ ഇടവരുത്തുന്നത്. ചിലർക്ക് അധിക സമയം മൊബൈലിൽ നോക്കുന്നതായിരിക്കാം, ചിലർക്ക് വർത്തമാനം പറഞ്ഞിരിക്കുന്നതിലായിരിക്കാം, ചിലർക്ക് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതിലായിരിക്കാം. ഏതിലാണോ നമ്മുടെ ടേസ്റ്റ് കിടക്കുന്നത് അതിൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. നമുക്കിപ്പം ഒരു കാര്യത്തിനകത്ത് താല്പര്യമില്ലെങ്കിൽ ഒത്തിരി ദൂരം ആ വിഷയത്തിൽ മുൻപോട്ട് പോകാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് ഇന്ന് പകലിൽ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, നോർമൽ പ്രയറിനാൽ അപ്പുറം അധിക പ്രാർത്ഥനയിലോട്ടൊന്ന് കടക്കാൻ, അധികം അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിക്കാൻ ഈ ഒരു വർഷത്തിന്റെ സമാപനം എനിക്ക് കൃപ തരണമെന്ന് എത്ര പേര് ദൈവത്തോട് പ്രാർത്ഥിക്കും? ഹല്ലേലൂയ. അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരൊക്കെ അറിയാം, നമ്മൾ നോർമലി ചെയ്യുന്നത് എപ്പോഴാ? പാട്ടുപാടി അതിന്റെ ക്ലൈമാക്സിൽ എത്തുമ്പോൾ ഒരല്പസമയം പെട്ടെന്ന് പറഞ്ഞങ്ങ് നിർത്തുകയാ. എന്നാൽ ഇന്ന് മുതൽ നമ്മളൊന്ന് തീരുമാനിച്ചേ അധികം സമയം അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. പുറത്തുനിന്ന് ഒരാൾ വന്ന് നമുക്കൊരു ആത്മീക വർധന വരുത്തേണ്ട ഗതികേട് പുതിയ നിയമത്തിന്റെ വിശ്വാസിക്കില്ല. കിട്ടുന്ന വഴിക്കൊക്കെ ആത്മീക വർധനവ് നേടിയെടുത്തു, പക്ഷെ ഇന്നാള് വന്നില്ല, പ്രാർത്ഥിക്കാൻ ആളില്ലായിരുന്നു, അതുകൊണ്ട് എൻ്റെ ആത്മീകം മൂല്യശോഷണം സംഭവിച്ചു പോയി എന്ന് പറയേണ്ട കാര്യമില്ല. നമ്മുടെ അകത്ത് ആത്മീക വർധന വരുത്താനുള്ളത് ദൈവം തന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മളത് പ്രയോജനപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അധികം പ്രാർത്ഥിക്കാൻ, അധികം അന്യഭാഷയിൽ സംസാരിക്കാൻ ഒരു കൃപ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരിക്കൽ കൂടി സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ 1, ഞാൻ പ്രാർത്ഥിക്കും. 2, ഞാൻ അധികം പ്രാർത്ഥിക്കും. അളവ് കൂട്ടുവെന്നാ പറഞ്ഞതിനകത്തെ അർത്ഥം, അല്ലേ? ഇപ്പൊ നമ്മൾ പാരസെറ്റാമോള് ഒരെണ്ണം കഴിച്ചിട്ട് പനി കുറയുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ എന്നാ പറയും? ഡോസ് കൂട്ടുവോ കുറയ്ക്കുവോ? ഡോസ് കൂട്ടും. സ്വതന്ത്രം, ഡോസ് കൂട്ടും. ഇത് തന്നെയാണ് പ്രാർത്ഥനയിലും. നോർമലായിട്ടൊരു പ്രാർത്ഥന കൊണ്ട് നമ്മുടെ ഒരു വിഷയം പരിഹരിക്കുന്നില്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് പറയുകയല്ല, സമയം എന്ത് ചെയ്യണം? കൂട്ടണം, അധികം പ്രാർത്ഥിക്കണം. ആ വിഷയത്തിൽ നമ്മൾ അധികം പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, ഡോസ് കൂട്ടണം. അതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്. മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചു. അന്നവൻ്റെ മിണ്ടടങ്ങിയിരുന്നെങ്കിലോ അവൻ അവിടെ അന്നത്തെ പോലെ തന്നെ ഇരുന്നു പോയേനെ. പക്ഷേ അവനോ ഏറ്റവും അധികം ഉച്ചത്തിൽ എന്ത് ചെയ്തു? നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. അവിടെയാണ് അവന് വേണ്ടിയുള്ള മറുപടികൾ ദൈവം തമ്പുരാൻ ഒരുക്കി കൊടുത്തത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയെങ്കിൽ അധികം പ്രാർത്ഥിക്കാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. ഇനി 3-ാമത്തെ പ്രധാനപ്പെട്ട വസ്തുത അവിടെ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും എന്ന് വെച്ചാൽ അതിനകത്തെ അർത്ഥം വിശാലമായിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. വിശാലമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് എവിടെയല്ല? സഭായത്തിലല്ല. വിശാലമായിട്ട് പ്രാർത്ഥിക്കേണ്ടത് നമ്മൾ വീട്ടിലിരിക്കുമ്പോഴാണ്, പേഴ്സണൽ പ്രയറിൽ. അന്നേരം നമുക്ക് ഇത്ര സമയബന്ധിതമായിട്ടൊന്നും ഇല്ലല്ലോ. 12:30 നമുക്ക് പോകണ്ട, 1 മണിക്ക് ക്ലോസ് ചെയ്യണം, ഇത്ര മണിക്ക് ഇത് കഴിക്കണം, അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിശാലമായിട്ട് എന്ത് ചെയ്യാം? എത്ര നേരം വേണേലും. ആരെങ്കിലും പറയുമോ എത്ര നേരമായി എഴുന്നേറ്റ് എന്നാരും പറയത്തില്ല. സ്തോത്രം. കാര്യം അവിടെ ഇപ്പം നമ്മളോട് ആരോട് കണക്ക് പറയേണ്ട കാര്യം ഇല്ല. അപ്പോൾ അധികം പ്രാർത്ഥിക്കും. എന്നിട്ട് തൻ്റെ 3-ാമത്തെ തീരുമാനം വിശാലമായിട്ട് എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. വിശാലമായിട്ട് പ്രാർത്ഥിക്കും. വിശാലമായിട്ട് നമുക്ക് ഒരു കൂടിവരവിനകത്ത് പ്രാർത്ഥിക്കാൻ പോയാൽ പ്രാർത്ഥന കൊണ്ട് തന്നെ കൂടിവരവ് എന്ത് ചെയ്യും? തീരും. അതുകൊണ്ട് ഷോർട്ടായിട്ട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്.
അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ദാസന്മാർ നമുക്ക് നടുവിലുണ്ട്, ദൈവവചനത്തിൽ നമുക്ക് പിന്നാലെ കേൾക്കാം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ പരിമിതപ്പെടുത്തുകയാണ്. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. 2-3 വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ. 142 സങ്കീർത്തനം അതിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 142 സങ്കീർത്തനം 2-ാമത്തെ വാക്യം. എന്തൊക്കെ ദൈവത്തിൻ്റെ സന്നിധി ബോധിപ്പിക്കണം? ദൈവസന്നിധി ബോധിപ്പിക്കേണ്ട കുറേ കോടതിയുടെ മുമ്പിൽ ചെല്ലുമ്പം നമുക്കുള്ളത് നമ്മൾ കോടതി മുൻപാകെ എന്ത് ചെയ്യും? ബോധിപ്പിക്കും. ആ കോടതി ഭാഷയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. കോടതിയുടെ മുൻപാകെ ഞാൻ ബോധിപ്പിക്കുന്നത്, ഞാൻ പറയുന്നതെല്ലാം എന്താണ്? വാസ്തവമാണ്, സത്യമാണ്, അതൊന്നും അല്ലാതെ പറയത്തില്ല എന്ന് നമ്മൾ കോടതി മുൻപാകെ ബോധിപ്പിക്കുന്നത് പോലെ ദൈവം മുൻപാകെ ഒരു ഭക്തന് ബോധിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. 55 സങ്കീർത്തനത്തിൽ സങ്കടം ബോധിപ്പിച്ച് കരയും, സങ്കടം ബോധിപ്പിച്ച് കരയും. ഇനി 142 നാം എന്താ കണ്ടത്? വായിച്ചോളൂ. അവന്റെ സന്നിധിയിൽ ഞാൻ എൻ്റെ സങ്കടം പകരുന്നു, എൻ്റെ കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. കഷ്ടത ഞാൻ അവനെ ബോധിപ്പിക്കുന്നു. ചിലപ്പോഴൊക്കെ നമ്മൾ പറയാറില്ല, എനിക്കിപ്പോൾ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല, മനുഷ്യരോടുള്ള ബന്ധത്തിലാണ്. പക്ഷെ ദൈവത്തിൻ്റെ മുൻപാകെ നമ്മൾ ബോധിപ്പിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനതിനെ വിശദീകരിക്കാൻ സമയമെടുക്കുന്നില്ല. സാദൃശ്യവാക്യം 18:17 മറ്റൊരാൾക്ക് യിരെമ്യാ പ്രവചനം 20:12 കൂടി വായിച്ച ആ ഭാഗം വിടാം. സാദൃശ്യവാക്യം 18:17. അപ്പൊ ദൈവസന്നിധി ബോധിപ്പിക്കേണ്ട 3-ാമത്തെ കാര്യം അന്യായം, ന്യായമല്ലാത്ത കാര്യത്തിൻ്റെ കീഴിൽ എവിടെയെങ്കിലും നമ്മളെ വിധേയപ്പെട്ടു പോയെങ്കിൽ, അസ്വസ്ഥതപ്പെടുന്നുണ്ടെങ്കിൽ ആ അന്യായം ദൈവം മുൻപാകെ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള മറുപടി എടുക്കാൻ, ആക്ഷൻ എടുക്കാൻ പറ്റുന്ന, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കാത്ത, കാതുകൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കാത്ത ഒറ്റ കോടതിയേ ഉള്ളൂ. അത് സർവശക്തന്റെ കോടതിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയൊക്കെ നമുക്ക് വാചക കസർത്തുണ്ടെങ്കിൽ പലതും നമുക്ക് പറഞ്ഞു ഫലിപ്പിക്കാം. പക്ഷേ തമ്പുരാന്റെ കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ വാചക കസർത്ത് അവിടെ വില പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. കണ്ണുകൊണ്ട് കാണുന്നത് പോലെയല്ല വിധി, കാതുകൊണ്ട് കേൾക്കുന്നത് പോലെയല്ല വിധി. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. പ്രൈസ് ദി ലോർഡ്. ഏതെങ്കിലുമൊക്കെ അന്യായത്തിന്റെ കീഴിൽ തല കുടുങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ന്യായം കിട്ടാത്തത് കൊണ്ട് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇവിടുത്തെ കോടതിയിൽ നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടത് കൊണ്ട് സങ്കടപ്പെടേണ്ട. ന്യായമായി വിധിക്കുന്നവങ്കിലേക്ക് കാര്യങ്ങളെ ഭരമേൽപ്പിച്ചാൽ അവിടെ നിന്ന് തമ്പുരാൻ നമുക്ക് വേണ്ട നടപടി കൈക്കൊള്ളും. ഹല്ലേലൂയ. ലാസ്റ്റ് വാക്യം നാം ഇവിടെ വായിച്ച വാക്യം യിരെമ്യാ പ്രവചനം 20:12 പറഞ്ഞു നിർത്തട്ടെ. നീതിമാനെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെയും ഹൃദയത്തെയും കാണുന്നവനായ സൈന്യങ്ങളുടെ യഹോവേ, നീ അവരോട് ചെയ്യുന്ന പ്രതികാരം ഞാൻ കാണുമാറാകട്ടെ. എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിച്ചിരിക്കുന്നുവല്ലോ. എന്റെ വ്യവഹാരം ഞാൻ നിന്നോട് ബോധിപ്പിക്കുന്നു. അപ്പൊ എന്തൊക്കെയാ ദൈവസന്നിധിയിൽ ബോധിപ്പിക്കേണ്ടത്? 1 സങ്കടം ബോധിപ്പിക്കുന്നു, 2 കഷ്ടത ബോധിപ്പിക്കുന്നു, 3 അന്യായം ബോധിപ്പിക്കുന്നു, 4 വ്യവഹാരം ബോധിപ്പിക്കുന്നു. അതും ഒരു കോടതി ഭാഷയാണ്. വിശദീകരിക്കുവാനായിട്ട് ഞാൻ സമയമെടുക്കുന്നില്ല. ചുരുക്കി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ പ്രശ്നത്തിൻ്റെയും പരിഹാരം പ്രാർത്ഥനയാണെന്ന തിരിച്ചറിവിൽ ഒടുവിൽ ഭക്തനെത്തി. അപ്പൊ താൻ പറയുന്നു ഞാൻ പ്രാർത്ഥിക്കും, നോർമൽ പറയാർ. 2 താൻ പറയുന്നു ഞാൻ അധികം പ്രാർത്ഥിക്കും, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും, അധികം പ്രാർത്ഥിക്കും. 3 താൻ പറയുന്നു ഞാൻ വിശാലമായി പ്രാർത്ഥിക്കും. ബൈബിളിൽ ഷോർട്ട് പ്രയറുമുണ്ട്, അപ്പൊ തന്നെ വളരെ വിശാലമായിട്ടുള്ള പ്രാർത്ഥനകളും ബൈബിളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. ചുരുങ്ങിയ സമയം കൊണ്ട് പ്രാർത്ഥിക്കേണ്ട ചില പ്രത്യേക പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ നമ്മൾ എത്താറുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് ഏലിയാവ്. നമുക്കറിയാം, പ്രതിയോഗികൾ വല്ലാതെ തന്റെ മുമ്പിൽ സമ്മർദ്ദം കൊടുത്തു നിൽക്കുമ്പം അവിടെ എന്താ ഏലിയാവ് പ്രാർത്ഥിച്ചത്?
ഞാൻ നിന്റെ ദാസനെന്നും ഞാൻ ഈ ചെയ്തതൊക്കെ നിന്റെ കൽപ്പന പ്രകാരമെന്നും നീയാണ് ഇസ്രായേലിൽ ദൈവമെന്നും ഇപ്പോൾ ഇവിടെ വെളിപ്പെട്ട് വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തതും മറുപടി അവിടെ സാധനായിട്ട് ഇറങ്ങി. അതൊരു ഷോർട്ട് പ്രയർ ആയിരുന്നു. ഒരുക്കത്തിന് കൂടുതൽ സമയമെടുത്താൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി സമയമെടുക്കേണ്ടി വരത്തില്ല. സ്വിച്ച് ഇടാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട. പക്ഷേ ഈ ഹോള് മുഴുവൻ വയറിങ് ചെയ്യുന്നത് എത്ര ദിവസം കൊണ്ടാണ് അല്ലേ? കുത്തി പൊളിച്ച് പൈപ്പ് അതിനകത്തോടെ വെച്ച് പിന്നെ കൃത്യമായ അനുപാതത്തിൽ അതെല്ലാം വരേണ്ട നിലയിൽ കണക്ഷൻ ചെയ്തു. അല്ലെങ്കിൽ സ്വിച്ച് ഇടുമ്പം പുകയും വെട്ടമൊക്കെ എന്ത് ചെയ്യും വന്ന് അതുകൊണ്ടെല്ലാം തീരും. അപ്പം വയറിങ് ഇവിടെ ചെയ്ത് വെക്കുക എന്നുള്ളത് എത്ര ദിവസങ്ങളത്തെ മെനക്കേടാണ്. പക്ഷെ സ്വിച്ച് ഇടാൻ ഇത്രയും പാടുണ്ടോ? ഓടിച്ചെന്ന് സ്വിച്ച് ഇട്ടാൽ കറണ്ട് ഉണ്ടെങ്കിൽ ഫാൻ കറങ്ങും, ലൈറ്റ് കത്തും. ഒരുക്കത്തിന് നമ്മൾ കൂടുതൽ സമയമെടുത്താൽ ചില സമയത്തെ പ്രാർത്ഥനയ്ക്ക് അല്പസമയമെടുത്താൽ മതി. ഷോർട്ട് പ്രയർ കാണാം. എന്നാൽ ആലയം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് മുട്ടിന്റെ മേലെ നിന്ന് ശലോമോൻ പ്രാർത്ഥിക്കുന്ന ഒരു ലോങ് പ്രയർ കാണാം. എത്ര കനത്ത പ്രയറാന്നറിയാമോ? നിങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിച്ചാൽ മതി. ദീർഘമായിട്ടുള്ള ഒരു പ്രാർത്ഥന. നമ്മുടെ കർത്താവ് വലിയ പ്രാർത്ഥനകൾക്കും ചെറിയ പ്രാർത്ഥനകൾക്കും മറുപടി തരുന്നവനാണ്. എത്ര പേര് വിശ്വസിക്കും? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രശ്നത്തിന്റെ പരിഹാരം. ഓടിപ്പോകണ്ട, ദൈവമാക്കിയെടുത്തു ഓടിപ്പോകണ്ട, ശത്രു തകരാൻ നമ്മൾ ചിന്തിക്കേണ്ട. ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ ഇന്ന് പകൽ നമ്മൾ തയ്യാറായാൽ നമ്മുടെ വിഷയത്തിന്റെ മേൽ വലിയ മറുപടികൾ ഉണ്ടാകും. ഞാൻ അവിടുത്തെ ഒറ്റക്കാരോട് പറഞ്ഞ് അവസാനിപ്പിക്കുക. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തൻ്റെ അകത്ത് തലമുറയ്ക്ക് കൊടുക്കാൻ ദൈവം ഒരു ദൂത് കൊടുത്തു. 22-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചേ. സ്തോത്രം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കുകയില്ല. ഇതാരാ പറഞ്ഞത്? പ്രാർത്ഥനാ മുറിയിൽ ദൈവം കൊടുത്ത മറുപടി ഏറ്റുവാങ്ങിയവൻ അടുത്ത തലമുറയോടൊരു സന്ദേശം കൈമാറുകയ. ഭാരമൊന്നും തലേ വെച്ചോണ്ടിരിക്കണ്ട, ഭാരമൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കണ്ട. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ യഹോവ ഒരു നാളും സമ്മതിക്കുകയില്ല. ഈ കനത്ത ദൂത് ദാവീദിന്റെ കയ്യിൽ കിട്ടിയതെപ്പോഴാ? ഓടിപ്പോയപ്പോഴല്ല, ശത്രുവിന് തകർച്ച സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചപ്പോഴല്ല. പ്രാർത്ഥനാ മുറിയിൽ നെടുമ്പാട് സമയം നോക്കാതെ പ്രാർത്ഥിച്ചവന് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഒരു ദൂത് കിട്ടിയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവന്റെ അതരത്തിൽ തലമുറകൾക്ക് കൈമാറാൻ നൂതനമായ ദൂതുകള് എന്റെ ദൈവം നൽകുമെന്ന് ഒരു പ്രവാചകൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കുഞ്ഞിന് സംഭവിക്കുന്നതിനെ കുറിച്ച് പറയാൻ പറ്റിയില്ലെങ്കിലും പ്രാർത്ഥനാ മുറിയിൽ നിന്ന് എഴുന്നേൽക്കുന്ന നമ്മുടെ അതരങ്ങളിൽ തലമുറയ്ക്ക് കൈമാറാനുള്ള ദൂത് എന്റെ ദൈവം തരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട്? ഇന്ന് പകൽ അങ്ങനെയുള്ള ദൂതുകൾ, അങ്ങനെയുള്ള ആലോചനകൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകും. അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ചില ദൂതുകൾ ദൈവത്തിന് നമ്മയും ഏൽപ്പിക്കണമെന്നുണ്ട്. ദൂതിന് പഞ്ഞമുണ്ടായിട്ടല്ല, ഇരുന്ന് കൊടുക്കുവാൻ നാം മനസ്സ് കാണിക്കാത്തത് കൊണ്ട് പലതും നമ്മുടെ കരങ്ങളിൽ വരുന്നില്ല. ഇന്ന് പകലൊന്ന് ഇരുന്ന് കൊടുക്കാൻ നാം തയ്യാറെങ്കിൽ ഓരോരുത്തർക്ക് വേണ്ടത് കൊടുക്കാൻ ദൈവം നമ്മുടെ പക്കൽ ദൂത് തരുമെന്ന്, ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ എന്തു ചെയ്യണമെന്നുള്ള നിയോഗം ദൈവം നമ്മുടെ അകത്ത് തരുമെന്ന്, ശത്രു കലക്കിക്കളഞ്ഞ കുഴക്കിക്കളഞ്ഞ ചില വിഷയങ്ങളെ നേരാം വണ്ണം വിധിക്കുവാൻ ദൈവത്തിന്റെ അരുളപ്പാട് നമ്മുടെ അകത്ത് കിട്ടാൻ ഒറ്റ വഴിയേ ഉള്ളൂ: പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. எதிரியை துரத்திடும் ரத்தம் ஜெயம், என்னாலும் சுகம் தரும் ரத்தம் ஜெயம். எதிரியை துரத்திடும் ரத்தம் ஜெயம், என்னாலும் சுகம் தரும் ரத்தம் ஜெயம். அதிகாரம் தந்திடும் ரத்தம் ஜெயம், அதிகாரம் தந்திடும் ரத்தம் ஜெயம். அதிசயம் செய்திடும் ரத்தம் ஜெயம், அதிசயம் செய்திடும் ரத்தம் ஜெயம். ரத்தம் ஜெயம், ரத்தம் ஜெயம், ரத்தம் ஜெயம், ரத்தம் ஜெயம். கல்வாரி இயேசுவின் ரத்தம் ஜெயம், காருண்ய தேவனின் ரத்தம் ஜெயம்.